വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിന്നു വ്ലോഗ്സ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. ഇതൊരു ഈവനിങ് റുട്ടീൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈവനിങ്ങിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങിലും കാര്യത്തിലൊക്കെ ക്യാമറയിലൊക്കെ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണും. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോസിൽ ഞങ്ങളത് തിരുത്തിയിട്ട് വരുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫിഷസിനെ കൂടി കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവരെ കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബൗളിലുള്ള ഫിഷസ്. ഇവർ ഫുള്ള് കപ്പീസാണ് കേട്ടോ. ആൻഡ് പിന്നെ ഇത് നമ്മുടെ ഫിഷസിൽ ഹൈലൈറ്റ് നമ്മുടെ ഫൈറ്ററാണിത്. ഇത് ത്രിബിൾ കളറാണ് കേട്ടോ. പക്ഷേ ക്യാമറയിൽ 2 കളറേ കാണുന്നുള്ളൂ. ഇവന് പറ്റിയൊരു പേര് എല്ലാവരും ഒന്ന് സജസ്റ്റ് ചെയ്യണേ കമൻറ്റ് ബോക്സിൽ. ആൻഡ് പിന്നെ ഗൈസ്, അടുത്തത് ഇവനാണ്. ഇവൻ്റെ ബ്രീഡിൻ്റെ പേര് സീബ്ര ഡാനിയോ എന്നാണ് കേട്ടോ. ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ് ഇവൻ്റെ കളർ വരുന്നത്. അപ്പോൾ ഇവനും പറ്റിയൊരു പേര് എല്ലാവരും സജസ്റ്റ് ചെയ്യണേ. ആൻഡ് പിന്നെ നമ്മുടെ ഫോർത്ത് ബൗളിൽ വീണ്ടും വരുന്ന കപ്പീസാണ് കേട്ടോ. ഇവിടെ അങ്ങനെ വെള്ളം കിട്ടുന്ന ചെറുക്കുണ്ടാവും. ഒരു കുളം ഈ മരം എന്താ ഗസ് ചെയ്യണം? ഈ മരം എന്താണ് ആർക്കൊക്കെ അറിയാം? ഈ മരം നിങ്ങൾ ഗസ് ചെയ്യേ? ഗസ് ചെയ്യാൻ ഗസ് ചെയ്യൂ. ഫ്രൂട്ടാണ്. എനിക്കിഷ്ടമല്ല ആ ഫ്രൂട്ട്. എനിക്കിഷ്ടം, ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതല്ലോ ഞാൻ ആ ഫ്രൂട്ട്. ആൻഡ് പിന്നെ ഗൈസ്, നമുക്കിവിടെ ഒരു മിനിയേച്ചർ ഗ്രൗണ്ട് വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് നല്ല നീണ്ട സ്പേസ് ആട്ടോ. പക്ഷെ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ആരും പോകാറില്ല. അപ്പോൾ ഗൈസ്, ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നിയിട്ടുണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ പാട്ടിൽ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാനും മിന്നും കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ ഒരു മാവ് ഉണ്ടെന്നാണ്. അതേപോലെ തന്നെ ഇപ്പുറത്തും ഒരു മാവാണുള്ളത്. പിന്നെ ഈ ഏരിയയിൽ 3 മാവുകളാണ് വരുന്നത്. ഇതൊക്കെ ഈ മരം മാവുന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മരം എന്ന് പറയും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. അപ്പോൾ പിന്നെ അതിൻ്റെ പേരെന്തോ എഴുതിയിട്ടുണ്ട്, കല്ലാപ്പടി മാംഗോ അങ്ങനെ എന്തോ ആണ് എഴുതിയിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇപ്പുറത്ത് വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മിന്നു നേരത്തെ അവിടെ കാണിച്ച് തന്നതിൻ്റെ മിനിയേച്ചർ വേർഷനാണ് കേട്ടോ. ഇതെല്ലാം ബഡ് ട്രീസ് ആയതുകൊണ്ട് ചെറുതായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കാര്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മിന്നു കാണിച്ചത് തന്നെയാണെന്ന്. ഇതൊക്കെ നമുക്ക് ഉണ്ടായി കിട്ടുമോ അതോ താഴെ വീണ് പോകുമോ എന്നുള്ളൊരു ഡൗട്ടാണ് കേട്ടോ. അതാണ് മിന്നു ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ വരുന്നത് പേരയ്ക്കയാണ്. ഇവിടെ പേരയ്ക്ക എന്നാണ് പൊതുവേ പറയാറ്. ശരിക്കും ഇംഗ്ലീഷിൽ ഗുവ എന്ന് പറയും കേട്ടോ. പല സ്ഥലത്ത് പലതാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഗൈസ്, ഇവിടെ വരുന്നത് നമ്മുടെ ജ്യൂസ് നാരങ്ങയാണ് കേട്ടോ. നമ്മൾ ലൈമൊക്കെ അടിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന നാരങ്ങയാണ്. ഇത് ഒരെണ്ണം ഉണ്ടായതായിരുന്നു, പക്ഷേ അതേ ദിവസം തന്നെയാണ് ഞങ്ങളത് പൊട്ടിച്ചത്. നല്ല പുളിപ്പും നല്ല ഫ്ലേവറും ആവും അതിന്. അതുകൊണ്ടാകുമ്പോൾ ഇതിന് ജ്യൂസ് നാരങ്ങ എന്ന് പറയുന്നത്. പിന്നെ അത് അടുത്തടുത്തായിട്ട് 2 പ്ലാവാണ് വരുന്നത്. ഒന്ന് ചെറുതും മറ്റേത് മീഡിയം സൈസുള്ളതുമാണ് വരുന്നത്. ഇതും ബഡ് ട്രീസ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ മിന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ മീഡിയം സൈസുള്ളത് മിന്നുവിൽ അത്ര ഹൈറ്റ് വരുന്നു, മറ്റേത് ചെറുതാണെന്ന് കേട്ടോ ഇതിന് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട്. പിന്നെ ഗൈസ്, ഇതിങ്ങനെ ഒരു എൽ ഷേപ്പ്ഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. പിന്നെ അവിടെ കുറേ ചെറിയ ചെടികളുണ്ട്. പക്ഷെ ഒന്നും കാണിക്കാൻ പറ്റിയ കോലത്തിലില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. ഞാൻ ഈ കാര്യമായിട്ട് കൈവീശി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബാക്കിൽ കാണുന്നത് ആ ഒരു വൈറ്റ് സാധനം കണ്ടോ, അത് അർജൻറ്റീനയുടെ ഫ്ലെക്സ് ആണെന്ന് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും ആമി ഒരു അർജൻറ്റീന ഫാൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അർജൻറ്റീനയുടെ ഫ്ലെക്സിനെ കുറേ കാര്യമായിട്ട് പുകഴ്ത്തുന്നുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ വെച്ച ഫ്ലെക്സൊന്നുമല്ല, അവിടുത്തെ കുറച്ച് ചേട്ടന്മാർ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ സമ്മതിച്ചിട്ട് അവിടെ വെച്ചതാണ്. അപ്പോൾ ഇത് എന്തൊക്കെയൊക്കെയോ കഥ ഞാൻ പറയുന്നുണ്ട്. ഏകദേശം ഒരു 50 അടി വെച്ച് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല കറക്റ്റ്. 10 വലിപ്പമുള്ളൊരു ഫ്ലെക്സാണ്. അതിൻ്റെ ഒരു ഫുൾ അതായത് ഒരു വൈഡായിട്ടുള്ള ഷോട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആമി ഇത്ര കഷ്ടപ്പെടുന്നത്. ക്യാമറ ഈ ഫ്ലെക്സിൻ്റെ വൈഡ് വ്യൂ കാണുന്നത് ക്യാമറ ചിരിച്ച് വെക്കപ്പോഴാണ് നിങ്ങൾ ഈ കാണുന്നത്. ക്യാമറ ചിരിച്ച് വെക്കേണ്ടി വന്നു. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും ഫ്ലെക്സ് ഇത്രയേ ഉള്ളൂ. ഗൈസ്, നമ്മളൊരു കുഞ്ഞ് ഈവനിങ് എന്നുള്ള വീഡിയോൻ്റെ താഴെ ഒരു ചെറിയ കമൻറ്റ് ഇട്ടിരുന്നു, സജഷൻസ്. അതിന് നിങ്ങൾ തന്ന ഏതൊക്കെയായിരുന്നു? ഡേ ഇൻ മൈ ലൈഫ്, വൈറ്റ് നൈറ്റിൻ്റെ ഡെയിലി റുട്ടീന്, നൈറ്റ് സ്റ്റേക്കേഷൻ, ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെയും ഞങ്ങൾ പതുക്കെ ചെയ്യുന്നതായിരിക്കും. ടൈം ഇടുന്നില്ല, അതാണ് ഒന്നാമത്തെ റീസൺ. ചെയ്യാൻ ഇഷ്ടമില്ലായിട്ടല്ല, പക്ഷെ ടൈമും സ്കൂളും എല്ലാം പാടെ മാനേജ് ചെയ്യും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പേഴ്സണലി കുറേ പേര് പറഞ്ഞിരുന്നു, അതിന് ഞങ്ങളുടെ ഫ്രണ്ട്സിന് കിട്ടും. അത് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബൈ.